ജപ്പാനും ഇന്ത്യയും തമ്മിൽ ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങളുണ്ട്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ SCO ഉച്ചകോടി ചൈനയിലെ ടിയാൻജിനിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ജപ്പാൻ ദ്വിദിന സന്ദർശനം പലതുകൊണ്ടും ശ്രദ്ധേയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന 15ാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടി വെല്ലുവിളികളെ അവസരമാക്കാനും അതിജീവിക്കാനുമുള്ള ദൃഢനിശ്ചയത്തിന്റെ കൂടി പ്രതീകമാണ്. ഇൻഡോ പസഫിക്കിൽ ചൈനയെ ചേർക്കാൻ ഉദ്ദേശിച്ച് അമേരിക്കയുടെ മുൻകൈയിൽ ആരംഭിച്ച ചതുരാഷ്ട്ര സഖ്യത്തിലെ അംഗങ്ങളാണ് ഇന്ത്യയും ജപ്പാനുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർ തമ്മിലെ സഹകരണം ആഴത്തിലാവുന്നത് അമേരിക്കയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കും. ആദ്യ ദിവസം തന്നെ നിരവധി കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ജപ്പാനും ഇന്ത്യയും തമ്മിൽ ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങളുണ്ട്. ജപ്പാനിൽ നിന്നും $68 ബില്യൺ നിക്ഷേപം നേടാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും ജപ്പാൻ അകലുന്നത് അനുകൂല സാഹചര്യമാണ്. ടോക്കിയോയിൽ വെള്ളിയാഴ്ച നടന്ന ഇന്ത്യ ജപ്പാൻ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ മോദി ജപ്പാൻ സാങ്കേതിക വിദ്യയുടെയും ഇന്ത്യ പ്രതിഭയുടെയും ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ചു. ഇരുവരും ഒരുമിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജപ്പാനിലെ ബിസിനസ്സുകാരെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഇന്ത്യയിൽ നിർമ്മിക്കൂ, ലോകത്തിനു വേണ്ടി നിർമ്മിക്കൂ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.